ഇന്നലെ രാജ്യത്തെ ഈ വിമാന സർവീസുകളെല്ലാം തന്നെ വിമാനത്താവളങ്ങളെല്ലാം തന്നെ അടച്ചിട്ടിരുന്ന വിമാനത്താവളങ്ങളെല്ലാം തുറക്കുവാൻ വേണ്ടി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എയർ ഇന്ത്യയും ഇൻഡിഗോവും ഒക്കെ ഇന്നലെ മുതൽ തന്നെ ഈ ശ്രീനഗർ ജമ്മു തുടങ്ങി പല മേഖലകളിൽ നിന്നും, അതായത് ഈ വളരെ ഈ അതിർത്തിയോട് അടുത്തുള്ള മേഖലകളിൽ നിന്നുള്ള താവളങ്ങളിൽ നിന്ന് പോലും ഇന്നു മുതൽ സർവീസുകൾ ആരംഭിക്കുമെന്നും അതിനുള്ള ബുക്കിങ്ങുകൾ ആരംഭിക്കുന്നുവെന്നും അറിയിച്ചുകൊണ്ട് വൈകിട്ട് ഈ അറിയിപ്പുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ രാത്രി ഡ്രോണുകളുടെയൊക്കെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇന്നൊരു ദിവസം കൂടി ഈ 8 വിമാനത്താവളങ്ങളിൽ നിന്ന് വിമാന സർവീസുകൾ നിർത്തിവയ്ക്കുവാൻ വേണ്ടി ഇപ്പോൾ എയർ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ജമ്മു ഉണ്ട്, അമൃത്സർ ഉണ്ട്, പത്താൻകോട്ട് ഉണ്ട്, ചണ്ഡീഗഡ് ഉണ്ട്, ചണ്ഡീഗഡ് ഉണ്ട് തുടങ്ങി വിവിധ 8ഓളം വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസ് എയർ ഇന്ത്യ നിർത്തിയിട്ടുണ്ട്. ഇൻഡിഗോയും 5ഓളം ഈ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസ് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ ഡ്രോണുകളൊക്കെ ഇങ്ങനെ വരികയും അത് ഇന്ത്യ വെടിവെച്ചിടുകയും ഒക്കെ ചെയ്യുകയാണെങ്കിലും അതിർത്തിയിൽ ഒരിടത്തും തന്നെ വെടിവെപ്പ് ഷെല്ലിങ്ങോ ഇല്ല എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അതിന് മാറി താമസിച്ച ജനങ്ങളൊക്കെ ഇന്നലെയും ഒരു റിപ്പോർട്ടിൽ ബാലഗോപാലിനോട് അവിടുത്തെ സ്ത്രീകളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഈ മിലിറ്ററി ഓപ്പറേഷൻസ് മേധാവിമാർ തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം അവർ തിരികെ വരുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കുമെന്ന്. അവർക്ക് മടങ്ങിയെത്തി തുടങ്ങിയോ? മോത്തി അവരൊക്കെ ഇന്ന് മടങ്ങുമെന്നാണ് കരുതുന്നത്. കാരണം ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടത്താൻ വേണ്ടി പോകുന്നുണ്ട്. കാരണം ഈ ആൾക്കാരൊക്കെ തിരികെ ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിലേക്ക് അഥവാ കോൺഫ്ലിക്റ്റ് സോണുകളിലേക്ക് തിരികെ മടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതായുണ്ട്. പക്ഷേ ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ട്. കാരണം ഈ പാകിസ്ഥാനെ ആരും വിശ്വസിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാൻ പറയുന്നതൊന്നാണ്, ചെയ്യുന്നത് മറ്റൊന്നാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമ്മളെക്കാളുമൊക്കെ അറിയാവുന്നുള്ളത് ഈ അതിർത്തി മേഖലകളിൽ ജീവിക്കുന്നവർക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അവരെന്ത് ചെയ്യും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളുണ്ട്. ഏതായാലും മോത്തി ചോദിച്ച വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം ഈ ആൾക്കാരൊക്കെ തിരികെ പോകുന്നതിനെ സംബന്ധിച്ച്, കാരണം ജമ്മുവിലാണ് ഏറ്റവും കൂടുതൽ പേര് ഇങ്ങനെ അഭയാർത്ഥികൾ എന്ന പദം ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ അവിടെ നിന്നൊക്കെ കൂട്ടമായി എത്തി ഇപ്പോൾ കഴിയുന്നത് അവർ തിരികെ നാടുകളിലേക്കൊക്കെ ഇന്നലത്തെ ചർച്ചകൾക്ക് ശേഷം പോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിൻ്റെ ഒരു ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഈ ശക്തമായ വാക്കുകൾക്ക് ശേഷം ഒരുപക്ഷെ അവരൊക്കെ ഇന്ന് തന്നെ മടങ്ങാനുള്ള സാധ്യതയാണ് കൂടുതലായി ഉള്ളത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും ബുള്ളറ്റിനുകളിൽ നൽകാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ വളരെ സുരക്ഷിതനായി ജാഗ്രതയോടെ ആ മേഖലകളിലൊക്കെ പോയി വരൂ. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് അതിനുശേഷം പങ്കുവയ്ക്കാം.